അങ്ങനെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ഫസ്റ്റ് ടാസ്ക് നമ്മുടെ അഭിഷേക് ജയിച്ചു. 3 പോയിന്റ് ഒക്കെ കിട്ടി. പക്ഷേ ഇന്നത്തെ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ശരിക്കും ഈ ഗെയിമിൽ ജയിക്കേണ്ടത് അഭിഷേകാണോ? എല്ലാ കാര്യങ്ങളും പറയാം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ്, നോട്ടിഫിക്കേഷൻ ബട്ടണും. ആരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ സബ് ചെയ്യാത്ത കാരണം ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസുട്ടി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കര അധികം ടൈമൊക്കെ എടുത്ത് ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് ഗെയിമിന്റെ എല്ലാ വശങ്ങളും മനസ്സിലായിട്ടാണ് കളിക്കാൻ തുടങ്ങിയത്. ഞാൻ അതുകൊണ്ട് തന്നെ കളി തുടങ്ങിയപ്പോഴേ ജാസുട്ടിയുടെ സൈഡായിരുന്നു കേട്ടോ. അങ്ങനെ ജാസുട്ടിക്ക് ഒരു അവസരം കിട്ടി കഴിഞ്ഞപ്പോൾ ജാസുട്ടി വേണോ വേണ്ടേ എന്നൊക്കെ വെച്ച് 1-2 കട്ടയൊക്കെ പറക്കി. കാരണം എനിക്ക് തോന്നുന്നത് ജാസുട്ടി വിചാരിച്ചത് ഗെയിം നാളെ കഴിയത്തുള്ളൂ, ഇന്ന് ഫുൾ നൈറ്റ് നമ്മൾ ഓരോ കട്ട പറക്കി ഇങ്ങനെ കൊണ്ടുവയ്ക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ജിൻഡോ ബ്രോ കാണിച്ചത് എന്ത് പരിപാടിയാണ്? ജിൻഡോ ബ്രോയ്ക്ക് ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞപ്പോ തൂത്തുവാരിയില്ലേ സെക്കൻഡ്സ് കൊണ്ട് ജാസൂട്ടിയുടെ എല്ലാ കട്ടയും കൊണ്ടുപോയി ഒറ്റയടിക്ക് ജാസൂട്ടിന്റെ അടുത്ത് പുറത്തിട്ടത്. ഞാൻ അംഗീകരിക്കില്ല. ഇത്രമാത്രം പ്ലാൻ ചെയ്ത് നാളെ രാവിലെ വരെ അവിടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചു വന്ന നമ്മുടെ ജാസൂട്ടിയെ ഒരു മനസാക്ഷി ഇല്ലാതെ ജിൻഡോ ഇതുപോലെയൊക്കെ എടുത്ത് ദൂരെ എറിയോ? കാരണം ജാസൂട്ടിക്ക് കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വീക്കെൻഡിൽ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ വന്ന് ഒരു ബോണസ് പോയിന്റ് ഒക്കെ കൊടുത്തു. കാര്യം കള്ളക്കളി കളിച്ചിട്ടൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണാവോ ഈ ഗെയിമില് ജാസുട്ടിക്ക് കള്ളക്കളി കളിക്കാനുള്ള ഒരു ചാൻസ് പോലും കൊടുത്തില്ല ഈ ജിൻഡോ ബ്രോ. ഇതുപോലെയാണെങ്കിൽ ഇനി വരും ടാസ്കുകളിലൊക്കെ എങ്ങനെ എൻ്റെ ജാസുട്ടി പ്ലാനുകളൊക്കെ നടപ്പിലാക്കുമാവും? ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ ഒരു ഗെയിം സാധാ പോലെ കഴിഞ്ഞ് എല്ലാവരും സമാധാനമായി പിരിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. പക്ഷേ എപ്പോ ജിൻഡോ ബ്രോ നമ്മുടെ ജാസുട്ടിനെ, അതായത് ജാസ്മിനെ പുറത്താക്കിയോ അപ്പൊ തുടങ്ങി ചേച്ചിക്ക് മറ്റേ അസുഖം ചൊറിച്ചില് ആ അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജിൻഡോ ബ്രോയോടുള്ള ജാസ്മിന്റെ ചൊറിച്ചില് ഒരിക്കലും തീരാൻ പോണില്ല. ജാസ്മിന്റെ ചൊറിച്ചിൽ തീരാത്തോടത്തോളം കാലം എന്റെ ഈ വീഡിയോ നിൽക്കാനും പോടില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും. ഓരോ ചെറുച്ചിലും ഓരോ വീഡിയോ വെച്ച് നമുക്ക് ഇങ്ങോട്ട് ഇട്ടു പോകാം. പക്ഷേ ഞാൻ ജാസ്മിനെ മൊത്തത്തിൽ അങ്ങോട്ട് കുറ്റം പറയില്ല. പുള്ളിക്കാരത്ത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ആര് വന്നാലും ജിൻഡോ, എവിടെ തിരിഞ്ഞാലും ജിൻഡോ, ഒരു ജിൻഡോ മയം. കാരണം ജാസുട്ടിയും നമ്മുടെ ബിഗ് ബോസ് അണ്ണനും മോഹൻലാലൊക്കെ വിചാരിച്ചത് ഒരു മുല്ലപ്പൂ മയം ഉണ്ടാക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇന്നലെ തന്നെ ജോജു വന്നു, ജുനൈസ് വന്നു, സാഗർ വന്നു. അവിടെ വന്നപ്പോഴും ജോജു പറഞ്ഞത് ജിൻഡോയെ കുറിച്ചാണ്. എന്തുമാത്രം നല്ല എക്സാമ്പിൾസ് അല്ലെങ്കിൽ ജിൻഡോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. ഇത്ര നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണെന്നാ പറയുന്നത് ജിൻഡോ. അല്ലെ, നമുക്ക് പറയുമ്പോൾ തോന്നും ഓ ജിൻഡോയെ പോലെ ആകണം, നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലെത്തും. അപ്പൊ ഇതുപോലെയൊക്കെ ആളുകള് വരുമ്പോ ഓരോരുത്തർ പൊക്കി പറയാണെന്നുണ്ടെങ്കിൽ ഫാമിലി വീക്ക് ആണെങ്കിലോ ഓരോ കണ്ടസ്റ്റൻസിനെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും എനിക്ക് തോന്നുന്നില്ല ജാസുട്ടിയുടെ നമ്മുടെ അത്തയൊഴിച്ച് ബാക്കി എല്ലാ ആളുകളും ജിൻഡോനെ നന്നായിട്ട്, അതായത് ജിൻഡോയാണ് ഏറ്റവും നല്ല ഗെയിമർ എന്ന് പറഞ്ഞാൽ പോയത്. അപ്പൊ ഇതെല്ലാം കേട്ട് പ്രാന്ത് പിടിച്ചിരിക്കണ ജാസുട്ടിക്ക് ഇതുപോലെ ഒരു ഗെയിം നടക്കുമ്പോൾ എങ്ങനെ ജിൻഡോനെ കുറിച്ച് നല്ലത് പറയാൻ കഴിയും? അപ്പൊ ഇന്നത്തെ ഗെയിം കഴിഞ്ഞ വഴി തുടങ്ങി. ഓ ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്ലാൻ ചെയ്തത്, എന്നെ ഔട്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ലൈവില്. അത് അവസാനിക്കില്ല. അത് ഇനിയിപ്പോ ഈ ഗെയിം എന്നല്ല, ഈ വീക്കിലുള്ള എല്ലാ ഗെയിമും ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നിപ്പോയി ഇവർ തമ്മിലാണ് ഗെയിം. ബാക്കി കണ്ടസ്റ്റൻസ് ഒന്നും ഈ പരിപാടിയിലില്ലേ? അങ്ങനെ പോലും ജാസ്മിന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം അവിടെ കുറെ കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ടാക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോ ജാസ്മിനെ കട്ടകൾ പറക്കി വെച്ച് ജാസ്മിനെ എടുത്ത് ദൂരെ എറിഞ്ഞപ്പോ ജാസ്മിന് ഭയങ്കര വിഷമായി. ഒരു കാര്യമില്ല മോളെ, ഇതാണ് ഗെയിം. ബുദ്ധിയുള്ളവർ ഇങ്ങനെയൊക്കെ കളിക്കും. ഓൾറെഡി ഒരു പോയിന്റ് ഒക്കെ മേടിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കല്ലോ അവിടെ, അതായത് ഓൾറെഡി ഒരു ഫ്രീ പോയിന്റ് ഒക്കെ മേടിച്ചിരിക്കല്ലേ വീക്കെൻഡില്. ആരില്ല എന്റെ ജാസുട്ടി, നാളെയും ഗെയിമുകൾ വരല്ലേ, നമുക്ക് ഇനിയും ടൈം ഉണ്ടെന്നേ പേടിക്കുന്ന കേട്ടാ. ഇതുപോലെ പല പെർഫോമൻസുകളും കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, നമ്മുടെ ജിൻഡോ ബ്രോയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയും ശക്തിയൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മള് ചോർച്ചയൊക്കെ കുറച്ച് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാം. മക്കളെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയായിരുന്നോ? എനിക്ക് തോന്നി. എന്തായാലും ആ കാര്യം പറഞ്ഞിട്ട് വന്നതാണ്. സബ് ചെയ്യാത്തവര് സബ് ചെയ്യണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റ ബൈ.